പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ച എല്ലാ നന്മകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കേൾവിക്കാരായിരിക്കുന്ന ഞങ്ങളുടെ മാന്യ സ്നേഹിതർക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം നമ്മുടെ വിഷയം ഉൽപ്പത്തി പുസ്തകം 18-14 വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? വാസ്തവത്തിൽ ഇത് ഞാൻ എടുക്കുവാൻ കാരണം ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ വെറും നിസ്സാരമാക്കിക്കൊണ്ട് സാത്താൻ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ബൈബിൾ പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ദൈവത്തിന് അസാധ്യമായിട്ടുണ്ടെന്ന് സാത്താൻ പറയുക. അപ്പൊ നമ്മൾ ബൈബിൾ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് എല്ലാ കാര്യവും സാധ്യമാണ്, കഴിയും. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 18-14 പറയുന്നത് അബ്രഹാമിന് ഒരു സന്തതി ഉണ്ടാകുന്നതിനെ കുറിച്ചാണ്. എങ്കിലും അതിനകത്ത് ഒത്തിരി ആഴങ്ങൾ അതിൽ തന്നെയുണ്ട്. ദൈവത്തിന് സകലവും കഴിയും എന്നുള്ളത് അവിടെ സൂചിപ്പിക്കുകയാണ്. ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് 2-3 പേരുടെ സാക്ഷികളുടെ അല്ലെങ്കിൽ സാക്ഷികളുടെ വായാൽ കാര്യങ്ങൾ ഉറപ്പാക്കുമെന്നാണ്. നമുക്കറിയാം, ലൂക്കോസ് 24-44 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇതാകുന്നു: നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ. ശ്രദ്ധിക്കണം, ഞാനത് ഒന്നുകൂടെ വായിക്കാം. യേശു ക്രിസ്തു പറഞ്ഞ വാക്കാണ് ഇതാകുന്നു: നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ. ഒന്ന്, മോശയുടെ ന്യായപ്രമാണം. മോശയുടെ ന്യായപ്രമാണത്തിൽ എന്താണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പഞ്ചഗ്രന്ഥങ്ങൾ അഥവാ 5 പുസ്തകങ്ങളാണ് മോശയാൽ എഴുതപ്പെട്ടത് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു: മോശയുടെ ന്യായപ്രമാണത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമാക്കുവാൻ വേണ്ടി ഞാൻ പ്രാരംഭത്തിൽ താല്പര്യപ്പെടുകയാണ്. ഉൽപ്പത്തി 18-1: അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. ആ 18-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം: അവൻ തല പൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്റെ നേരെ നിൽക്കുന്നത് കണ്ടു. ഉടനെ 3 പേരെ കണ്ടിട്ട് അബ്രഹാം പറഞ്ഞ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം: യജമാനനെ. ഇംഗ്ലീഷിൽ പറയുന്നത് മൈ ലോർഡ്, എന്റെ കർത്താവേന്ന. അവിടെ 3 പേരെ കണ്ടിട്ടും
യജമാനനെ എന്നാണ് അബ്രഹാം സംബോധന ചെയ്തത് എന്ന് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അപ്പോൾ പുരുഷന്മാർ സോദോമിലേക്ക് പോയി എന്ന് പറയുമ്പോൾ, അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നു എന്ന് പറയുമ്പോൾ 3 പേരാണ് ചെന്നത്. എത്ര പേരാണ് സോദോമിലേക്ക് പോയത് എന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. അതിന് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, ആ 2 ദൂതന്മാർ 2 ഏഞ്ചൽസ് എന്നാ പറഞ്ഞിരിക്കും, വൈകുന്നേരം സോദോമിലെത്തി. അപ്പം 22-ന്റെ 16 നമ്മൾ വായിച്ചത് അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നു. ഈ വാക്യങ്ങൾ ഞാൻ വായിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമാക്കുവാൻ കഴിയുന്നത് അബ്രഹാമിന്റെ അടുക്കൽ 3 വ്യക്തികളാണ് കടന്നു ചെന്നത്. അതിൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ 3 പുരുഷന്മാരെന്ന് പറയുന്നു. അപ്പോൾ അവിടെ 19-ാം അധ്യായത്തിൽ അവർ 2 പേര് ദൈവദൂതന്മാരായിരുന്നു, ഒരാൾ യഹോവയുമായിരുന്നു എന്ന് വ്യക്തമായിട്ട് 18-ന്റെ 22-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഇത് യോഹന്നാൻ 8:56 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അതിന്റെ 1-2 വാക്യങ്ങൾ മുകളിലിട്ട് വായിച്ചാലും നമുക്ക് വളരെ ഗ്രഹിക്കുവാനായിട്ട് കഴിയും. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചിരിക്കുന്നു. ഈ സംഭവമാണ് 18-ാം അധ്യായത്തിൽ അബ്രഹാം യഹോവയുമായിട്ട് സംഭാഷിച്ച, യഹോവയുമായിട്ട് സന്ധിച്ച, യഹോവയോട് ഇടപെട്ട അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അബ്രഹാം കണ്ടത് എന്നെയാണ് എന്ന് യേശു അവിടെ പറയുന്നു. ഇത് ബൈബിളിൽ നാം വായിക്കുമ്പോൾ ഇത് നാം വിശ്വസിക്കേണ്ടതാണ്. പക്ഷെ സാത്താൻ പലരെയും ഇത് വിശ്വസിപ്പിക്കുവാനായിട്ട് അവന് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി അവൻ യേശുക്രിസ്തുവിന്റെ ഒരു മാനുഷിക അവസ്ഥ മാത്രം എടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണതയിൽ സാത്താൻ ഈ അന്ത്യകാലത്ത് മുഴുകിയിരിക്കുകയാണ്. അത് ചിലരൊക്കെ വീഴുന്നുണ്ട്. ബൈബിൾ പറയുന്നു, യഹോവയാൽ ത്യജിക്കപ്പെട്ടവൻ അതിൽ വീഴും. അപ്പോൾ ദൈവവചനത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ന്യായപ്രമാണത്തിൽ, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം. യേശുവിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വിശ്വസിക്കാതെ നിർവാഹമില്ല. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കണ്ടിട്ട് യേശുവിനെ വിലയിരുത്തിയാൽ അവിടെ തെറ്റുപറ്റും. യേശു ആ ഒരു വശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അബ്രഹാമിന്റെ അടുക്കൽ കടന്നു എന്ന് അബ്രഹാം സന്തോഷിച്ചു എന്ന് പറയുന്ന വിഷയം, അബ്രഹാമിന്റെ അടുക്കലേക്ക് കടന്നു എന്ന 3 പുരുഷന്മാരിൽ 2 പേര് ദൂതന്മാരായിരുന്നുവെന്ന് 19-ന്റെ 1-ലും 18-ന്റെ 22-ൽ ഒരുവൻ യഹോവയായിരുന്നുവെന്നും വ്യക്തമാക്കുമ്പോൾ, യേശുക്രിസ്തു പറയുക, അബ്രഹാം എന്നെ കണ്ടു. യോഹന്നാൻ 8:56 നമ്മൾ വായിച്ചത്. യോഹന്നാൻ 8:57 വായിക്കുമ്പോൾ യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 58-ാം വാക്യം, യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ 59-ാം വാക്യം, അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. യഹൂദന്മാർക്കുള്ള ഒരു പരിപാടിയാണ്, ദൈവത്തെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുമ്പോഴെല്ലാം അവർ കല്ലെടുക്കും. ഇന്നും
ആ കല്ലെടുക്കുന്ന ആത്മാവ് ഇന്നുമുണ്ട്. യേശുക്രിസ്തു സർവശക്തനായ ദൈവമാണെന്ന് ബൈബിളിലൂടെ തെളിവ് കൊടുക്കുമ്പോൾ ഇന്നും കല്ലെടുക്കുന്ന പാർട്ടികളുണ്ട്. അന്ന് മാത്രമല്ല, അവരുടെ പിന്തുടർച്ചയായി അവരുടെ തലമുറകളായി പലരും ഇന്ന് ക്രിസ്ത്യാനിത്വത്തിന്റെ പേരും പറഞ്ഞു നിൽക്കുന്നുണ്ട്. യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ അവർക്ക് പിടിക്കുകയില്ല. ഇവിടെ യേശുക്രിസ്തു പറഞ്ഞത് എന്താണ്? അബ്രഹാമിന്റെ അടുക്കൽ കടന്നു എന്ന വ്യക്തി ഞാനായിരുന്നു എന്നുള്ള ധ്വനിയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടു സന്തോഷിച്ചിരിക്കുന്നു. അപ്പോൾ അവർക്ക് പ്രശ്നമായി. 50 വയസ്സായിട്ടില്ലാത്ത നീ എങ്ങനെ അബ്രഹാമിനെ കാണും? യേശു പറഞ്ഞു, അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. ഉടൻ തന്നെ അവർ കല്ലെടുത്തു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ അടുക്കൽ മമ്രയുടെ തോപ്പിൽ കടന്നുപോയത് യഹോവയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ യഹോവ യേശുവാണ് എന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. അത് വിശ്വസിക്കുവാനായിട്ട് മനുഷ്യന് കഴിയുന്നില്ല. യേശു ദൈവത്തിന് ഒരു പുത്രനാകാൻ കഴിയുമോ? ദൈവം ഒരു പുത്രനായിട്ട് ഈ ലോകത്തിലേക്ക് വരാൻ പറ്റുമോ? ദൈവത്തിന് അങ്ങനെ കഴിയില്ല എന്നാണ് സാത്താൻ ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ബൈബിൾ പറയുന്നു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അർത്ഥങ്ങൾ ഗ്രഹിച്ച യേശു ക്രിസ്തു ആരെന്ന് വ്യക്തമായി പഠിച്ച് അവനെ ആരാധിക്കേണ്ട വിധത്തിൽ ആരാധിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ യേശുക്രിസ്തു ദൈവമാണെന്ന് വെളിപ്പെടുത്തിയ സന്ദർഭങ്ങളിലൊക്കെ യഹൂദന്മാർ കല്ലെടുത്തു, പരീശന്മാർ കല്ലെടുത്തു. എന്നാൽ നമുക്ക് ബൈബിൾ വ്യക്തമായി മറുപടി നൽകുന്നുണ്ട്. സാത്താൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? പിതാവായ ദൈവത്തോട് കൂടെ പുത്രൻ ഉണ്ടായിരുന്നു. അങ്ങനെ 2 വ്യക്തികളായിട്ടാണ് അവര് ദൈവത്വത്തെ ചിത്രീകരിക്കുന്നത്. പിതാവായ ദൈവത്തോടുകൂടെ പുത്രൻ ഉണ്ടായിരുന്നു എന്ന് ഒരു കൂട്ടരും, പിതാവാം ദൈവത്തോടുകൂടെ പുത്രനാം ദൈവം ഉണ്ടായിരുന്നു എന്ന് മറ്റൊരു കൂട്ടരും പഠിപ്പിക്കുന്നു. ഇത് രണ്ടും ബൈബിളിന് വിരുദ്ധമാണ്. ഇത് സാത്താന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. ബൈബിൾ വ്യക്തമാക്കി പഠിപ്പിക്കുന്നു. അപ്പോൾ സാത്താന്റെ മറുപടി എന്താ? സ്വർഗത്തിലെ പിതാവിന്റെ അടുക്കൽ പുത്രൻ ഉണ്ടായിരുന്നു. അതിന് ഒത്തിരി തെളിവുകൾ അവർ കൊണ്ടുവരുന്നുണ്ട്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാൻ 1:18. പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തി. ഈ പിതാവിന്റെ മടി എന്താണെന്ന് അവർ പറയുന്നില്ലല്ലോ. ദൈവം ആത്മാവാ. ആത്മാവിന്റെ മടിയെന്നും ആത്മാവിന്റെ വലതുവശമെന്നും ഒക്കെ പറഞ്ഞാൽ മനസ്സിലാകാതെ പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ തലച്ചോറ് സാത്താന്റെ കയ്യിൽ കളിപ്പാവയായിട്ട് സാത്താന്റെ കയ്യിൽ കൊടുത്തിട്ട് നമുക്ക് ദൈവം തരുന്ന ബുദ്ധിയും കഴിവും സാത്താന്റെ കയ്യിൽ കളിപ്പാവയായിട്ട് കൊടുത്തിട്ട് വിശുദ്ധ ബൈബിൾ വ്യാഖ്യാനിക്കാനിരുന്നാൽ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. ദൈവത്തിന് തന്നെ പുത്രനാകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കിടക്കാം. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടത് ആവശ്യം. ഇവിടെ പറയുന്നു ദൈവത്തോടു കൂടെ പുത്രൻ ഉണ്ടായിരുന്നു, പുത്രനാ ദൈവം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. നമുക്ക് നോക്കാം. ദൈവത്തോട് കർത്താവിന്റെ വചനത്തിൽ നമുക്ക് ചോദിക്കാം. ആവർത്തനം 32:39 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന ഇപ്പോൾ കണ്ടുകൊള്ളുവിൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു. അതിന്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: See now that I am he, and there is no God with me. I kill and I make alive. Hallelujah. There is no God with me. എന്നോടുകൂടെ മറ്റൊരു ദൈവമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് യഹോവ പറയുമ്പോൾ യഹോവയുടെ കൂടെ മറ്റാരുമില്ല. യെശയ്യാപ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എനിക്ക് മുൻപൊരു ദൈവമില്ല, എനിക്ക് ശേഷം ഒരുവൻ ഉണ്ടാകുകയില്ല,
എന്റെ സൈഡിലായി ഒരുത്തനില്ല. മനസ്സിലായോ? ആത്മാവായ ദൈവത്തിന്റെ സൈഡിലായി ഒരുത്തനില്ല. ആത്മാവായ ദൈവത്തിന്റെ വലതുവശം എന്താണെന്ന് ബൈബിളിലെ ആത്മീയ അർത്ഥം ഗ്രഹിക്കാതെ വലതുവശം എന്ന് പറയുമ്പോൾ ബൈബിൾ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡാക്കി മാറ്റിക്കൊണ്ട് സാത്താൻ സാധാരണക്കാരായ ജനങ്ങളെ വഞ്ചിക്കുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, എന്നോടുകൂടെ മറ്റൊരുവനില്ല എന്ന് യഹോവ പറയുമ്പോ, ഇല്ല, പിതാവ് ഒരാള്, പുത്രൻ വേറൊരാള്, അവർ തമ്മിൽ അവിടെ വലിയ വട്ടമേശ സമ്മേളനമൊക്കെ കൂടി എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഇതെല്ലാം വെറും വിഡിത്തമാണ്, ബൈബിളിന് എതിരാണ്. ബൈബിളിന്റെ അർത്ഥം മനസ്സിലാക്കാതെ, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചിന്തകളെ സാത്താന്റെ കളിക്ക് വേണ്ടി നമ്മുടെ ചിന്തകളെ ഇട്ടുകൊടുത്താൽ അവൻ നമ്മളെ പാവങ്ങളാക്കും. പിന്നെ നമ്മള് സാത്താന്റെ കരങ്ങളിൽ ഇരുന്ന് ദൈവവചനം വ്യാഖ്യാനിച്ചാൽ ഒന്നും കിട്ടുകയില്ല. അതിന് പരിശുദ്ധാത്മാവ് തന്നെ ആവശ്യമാണ്. ദൈവ ആത്മാവാ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിക്കാം. പുറപ്പാട് 25:8 വാക്യം, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കും. മത്തായി 18:20 വായിക്കുമ്പോൾ, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവർക്കൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ദൈവം വസിക്കുന്ന നടുവില. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. സമാഗമന കൂടാരം അവിടെ ഉണ്ടാക്കി. ദൈവം അവിടെ വസിച്ചു. ഈ പുതിയ നിയമകാലത്ത് യേശു പറയുക, 2-3 പേർ എവിടെ കൂടി വരുന്നുവോ, 2-3 പേർ എവിടെ കൂടി വരുന്നുവോ എന്നല്ല, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. അപ്പൊ പഴയ നിയമത്തിൽ നടുവിൽ വസിച്ച അതേ ദൈവം തന്നെ തന്റെ നാമത്തിൽ കൂടുന്നവരുടെ നടുവിലുണ്ട് എന്ന് വ്യക്തമായി വാഗ്ദത്തം ചെയ്തിരിക്കുക. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 6:19 നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പൊ ദൈവം അവിടെ വസിക്കുന്നത് നടുവിലാ വസിക്കുന്നത്. പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിന്റെ നടുവിൽ വസിച്ച ഈ കാലത്ത് കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അപ്പൊ നമ്മുടെ ശരീരം, ആ ശരീരത്തിന്റെ നടുവിൽ വസിക്കേണ്ടത് ദൈവമാണ്. ദൈവ ആത്മാവാ. ദൈവം പരിശുദ്ധനാ. പരിശുദ്ധന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. നമുക്കറിയാം 1 കൊരിന്ത്യർ 3:16 വായിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? അപ്പൊ നമ്മളിൽ വസിക്കുന്ന ആരാ? ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മാനപാത്രങ്ങളാണ് ഞാനും നിങ്ങളും. കൊലോസ്യർ 1:27 വായിക്കുമ്പോൾ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. അപ്പോ പഴയ നിയമത്തിൽ ന്യായപ്രമാണ പുസ്തകങ്ങളിൽ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അബ്രഹാമിന്റെ അടുക്കൽ കടന്നു ചെന്നവൻ യേശുവാണെന്ന് യേശു പറയുമ്പോൾ, അതങ്ങനെയല്ല എന്ന് സാത്താൻ പുലമ്പിക്കൊണ്ടിരിക്കുന്ന മഹാദുരന്തം നമുക്കിന്ന് കേൾക്കുവാൻ കഴിയും പലരിൽ നിന്നും. സാത്താന്റെ വചനം, ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് സാത്താൻ തന്റെ വചനം അവന് കഴിയാവുന്നിടത്തോളം അവൻ വിളമ്പിക്കൊണ്ടിരിക്കുക. ചിലരുടെയൊക്കെ പാത്രത്തിൽ അത് എന്ന് വീഴുന്നുണ്ട്. പക്ഷെ സത്യസന്ധമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു ദൈവവൈതലിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. അവൻ അതിനെ സ്വീകരിക്കുകയുമില്ല. മറ്റൊരു തിരുവചന ഭാഗം കൂടെ ഞാൻ വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം യെശയ്യാ പ്രവചനം 6:1. നമ്മളിപ്പോൾ
ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നവൻ യേശുവാണ് എന്നുള്ള തെളിവ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തന്നു. ന്യായപ്രമാണ പുസ്തകങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന യഹോവയെ കുറിച്ചാണ്, പ്രവചന പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യഹോവയെ കുറിച്ചാണ്, സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യഹോവയെ കുറിച്ചാണ്. ആ യഹോവ ഞാനാകുന്നു എന്നാണ് യേശു പറഞ്ഞതിന്റെ സാരം. തെളിവുകളുണ്ട്. യഹോവ എന്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ യേശു പറയും, ആ വെളിച്ചം ഞാനാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. യഹോവ പാറയാണ് എന്ന് സങ്കീർത്തനം പറയുമ്പോൾ യേശു പറയുകയാണ്, ആ പറ ഞാനാ. ഹല്ലേലൂയ. ചില വാക്യങ്ങൾ കൂടി വായിക്കാൻ താല്പര്യപ്പെടുന്നു. യെശയ്യാ 6:1 പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് വായിക്കാം. ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലിരിക്കുന്ന കാഴ്ച യെശയ്യാവ് കണ്ടു. അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ യഹോവ പരിശുദ്ധൻ 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 എന്നവിടെ പറഞ്ഞിരിക്കുന്നു. 3 പ്രാവശ്യം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അവിടെ 3 വ്യക്തികളാകുന്നു എന്ന് ദുർവ്യാഖ്യാനം സാത്താൻ കൊടുക്കുന്നുണ്ട്. അത് തെറ്റാണ്. അത് ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ള അർത്ഥമാണ് അവിടെ കൊടുക്കുന്നത്. അതിനെന്താ തെളിവ്? നന്നായിട്ട് വായിക്കുമ്പോൾ കാണാം. ഇന്നലെ ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള ദൈവമെന്ന് അവിടെ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 3:13 വായിക്കുമ്പോഴും സ്വർഗത്തിൽ ഇരിക്കുന്നവനായി സ്വർഗത്തിൽ നിന്ന് കടന്നു വന്നവനായ മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറി പോയിട്ടില്ല. സ്വർഗത്തിൽ ഇരിക്കുന്നവനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ മനുഷ്യപുത്രൻ. അതിനർത്ഥം എന്താ? സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവനായി കാണപ്പെടുന്ന, അപ്പോൾ തന്നെ അവൻ എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും കയറിപ്പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇരുന്നവൻ തന്നെയാണ് ഈ വരുന്നവൻ, അവൻ തന്നെയാണ് പോകുന്നവൻ. ഇന്നലെയും ഇന്നും എന്നും അനന്യനായി മാറ്റമില്ലാത്തവനായി നിലകൊള്ളുന്നു എന്ന് എബ്രായ ലേഖനം 13-ാം അധ്യായവും നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ 3 പ്രാവശ്യം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞാൽ ഇന്നലെയും അവൻ പരിശുദ്ധനായിരുന്നു, ഇന്നും അവൻ പരിശുദ്ധനാണ്, നാളെയും അവൻ പരിശുദ്ധനാണ്. ഹല്ലേലൂയ. കാരണം പരിശുദ്ധന്മാര് 3 പേരില്ല. വെളിപ്പാട് പുസ്തകം 15:4 വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക, അവനല്ലോ ഏകപരിശുദ്ധൻ. യേശു ക്രിസ്തുവാണ് ഏകപരിശുദ്ധൻ. യേശു ക്രിസ്തുവാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. യേശു ക്രിസ്തുവാണ് ഇറങ്ങി വന്നത്. യേശു ക്രിസ്തുവാണ് കയറിപ്പോകുന്നത്. സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇറങ്ങി വരുന്നതായിട്ടും കയറിപ്പോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന വർണ്ണനകൾ കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് ഇവിടെ ഇറങ്ങി വരണം എന്ന്, ഇറങ്ങി വന്നെങ്കിലേ എല്ലാം സാധിക്കൂ എന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനം ഇരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ യേശു പറയുക, ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാനാണെന്ന്. എവിടെയാ പറഞ്ഞെന്നായിരിക്കും അല്ലേ? നിങ്ങൾ നന്നായിട്ട് യോഹന്നാൻ 12:39 മുതൽ വായിക്കണം. യെശയ്യാവ് 6-ാം അധ്യായം കൂടെ ചേർത്ത് വായിക്കണം. അപ്പൊ ഇതിന്റെ തമ്മിൽ താരതമ്യമായ ഒരു പഠനം നമുക്ക് നടത്താൻ സാധിക്കും. അവിടെ പറയുക, അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാന് എന്റെ മാന്യ സ്നേഹിതർക്ക് അതിന്റെ 41-ാം വാക്യം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധിച്ചാലും. ഞങ്ങൾ പറയുന്ന ഭോഷത്വമാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കേണ്ട, അല്ല ദൈവവചനമാണെങ്കിൽ അത് അംഗീകരിച്ചേ മതിയാകൂ. ഞങ്ങൾ പറയും ദൈവത്തിന്റെ വചനമല്ലെങ്കിൽ നിങ്ങൾ തട്ടിമാറ്റിക്കോ, അതിനെ ചവിട്ടി വെതിച്ചോളൂ. പക്ഷെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെ ചവിട്ടി മാറ്റുവാനോ അതിനെ തട്ടിമാറ്റുവാനോ അതിനെ നിരാകരിക്കുവാനോ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. 41-ാം വാക്യം, യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു,
അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. യെശയ്യാവ് ആരുടെ തേജസ് കണ്ടെന്ന? കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സാ കണ്ടത്. ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. അതാരാണ്? അത് കർത്താവായ യേശുവാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പോൾ യഹോവ തന്നെയാണ് പുത്രത്വം എടുത്ത് ഒരു പുത്രനായി കടന്നു വന്നവൻ. പിതാവ് തന്നെ പുത്രനായി. അതിനും തെളിവുകളുണ്ട് ബൈബിളിൽ. ഞാൻ വ്യക്തമായിട്ട് ആ തെളിവും കൂടെ തരാം. യെശയ്യാ പ്രവചനം 9:6 ഒന്ന് ശ്രദ്ധിച്ചാലും. യെശയ്യാവ് 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതൻ, മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. ഈ നിത്യപിതാവ് തന്നെയാണ് അവിടെ പുത്രനായി കാണപ്പെടുന്നത് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. അതങ്ങനെയല്ല എന്ന് സാത്താൻ പഠിപ്പിക്കുന്നു. പിതാവും പുത്രനും ഒന്നല്ല, അത് രണ്ടുപേരാണ്. അത് പിതാവ് മാത്രമാണ് അവിടെ ദൈവം. പുത്രൻ കേവലം പുത്രൻ ചാകാൻ വേണ്ടി വന്നതാ. മകനെ കൈക്ക് പിടിച്ച് ഇങ്ങോട്ട് ഇറക്കി വിട്ടതാ. നീ പോയി ചാകടാ, ഞാൻ പ്രായമൊക്കെ ആയില്ലേ, എനിക്കിപ്പം മനുഷ്യന് വേണ്ടി ചാകേണ്ട കാര്യമൊന്നുമില്ല, നീ പോയി ചാക. അതാണ് ഇന്ന് പല ആൾക്കാരും ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരും പഠിപ്പിക്കുന്നത്. പക്ഷേ ആരാണ് ഇവിടെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കടന്നു വന്നവൻ? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ടെന്ന് ഇവൻ യേശു എന്ന് പേരിടണം. അവൻ തന്റെ ജനത്തെ, ആര്? അവൻ തന്റെ ജനത്തെ. തന്റെ ജനമാരുടെയാ? ദൈവത്തിൻ്റെതാ. സൃഷ്ടിതാവ് ദൈവമാണ്. ആ ദൈവം തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ടെന്ന് ഇവൻ യേശു എന്ന് പേരിടണം. അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, കർത്താവായ യേശു ആരാണെന്ന് അറിഞ്ഞ് നിങ്ങൾ യേശുവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അതൊക്കെ നിറവേറാനുള്ളതാ. ഇനി അവനിവിടെ 1000 ആണ്ട് വാഴ്ച രാജാതിരാജാവായിട്ട് വരാൻ പോവുക. അവൻ ജനിച്ചു, പക്ഷെ അവൻ രാജ്യം ഭരിച്ചില്ല. ഹല്ലേലൂയ. ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതൻ, മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. വീരനാം ദൈവം ആരാ? ഈ പുത്രൻ വീരനാം ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ ഒരു വശം മാത്രം ദൈവത്തിന് പുത്രനാകാൻ പറ്റില്ല. ദൈവം അല്ല പുത്രൻ, പുത്രൻ വേറെയാണ് എന്ന് പഠിപ്പിക്കുന്ന സാത്താനിക പഠനങ്ങൾ ഇന്ന് അനേകര് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിക്കും. ഹല്ലേലൂയ. അപ്പോ രണ്ട് ബൈബിൾ പറയുന്ന ന്യായപ്രമാണത്തിൽ യേശു ആരാണെന്ന് ഞാൻ വെളിപ്പെടുത്തി. യേശു ക്രിസ്തു തന്നെയാണ് യഹോവ എന്ന് ഞാൻ വെളിപ്പെടുത്തി. പ്രവചന പുസ്തകങ്ങളിൽ യേശു തന്നെയാണ് യഹോവ എന്ന് ഞാൻ വെളിപ്പെടുത്തി. ധാരാളം തെളിവുകളുണ്ട്, ഒത്തിരി തെളിവുകൾ എടുത്തു തരാം. യേശു തന്നെയാണ്. 30 വെള്ളിക്കാശിന് ഒറ്റയ്ക്ക് കൊടുത്ത് യേശുവിനെയാണെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ പ്രവാചക പുസ്തകങ്ങളിൽ യേശുവിനെ കുറിച്ച് യേശു തന്നെയാണ് യഹോവ എന്ന് വെളിപ്പെടുത്തുന്ന ഒത്തിരി ധാരാളം വാക്യങ്ങളുണ്ട്. ഉദാഹരണം, യെശയ്യാവ് 25:9 വായിക്കുമ്പോൾ നാം അവനെയാണ് നമ്മൾ കാത്തിരുന്ന നമ്മുടെ മശിക അല്ലെങ്കിൽ രക്ഷകൻ. അവൻ വന്ന് നമ്മളെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ എന്ന് പറഞ്ഞാൽ രക്ഷിക്കാൻ വരുന്നവൻ യഹോവ തന്നെയാണെന്ന് യെശയ്യാവ് 25:9 വാക്യം ഒന്ന് വായിക്കണേ. രക്ഷകനായി കടന്നു വരുന്നവൻ യഹോവ തന്നെയാണെന്ന് 25:9 വ്യക്തമാക്കുന്നു. അങ്ങനെ എത്ര 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 വാക്യങ്ങൾ യഹോവയും യേശുവും ഒരു വ്യക്തിയാണെന്ന് കാണിച്ചു തരുന്ന അനവധി വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ കിടക്ക്. സാത്താൻ അവന്റെ പദ്ധതിക്ക് വേണ്ടി വളരെ വെമ്പൽ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നടക്കുകയില്ല, വിജയിക്കില്ല, പരാജയപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, സാത്താൻ പണ്ട് മുതലേ സാത്താന്റെ പരിപാടി ഇതാ. എങ്ങനെയെങ്കിലും യേശുവിന്റെ ദൈവത്വത്തെ തകർത്ത് കളയുക. യേശു ദൈവം എന്ന് പറയാൻ പാടില്ല. ബൈബിളിൽ പറയുന്ന മഹാദൈവവും
നമ്മുടെ രക്ഷകനുമാണ് യേശു എന്ന് തീത്തോസ് 2:12 പറയും. അവൻ വീരനാം ദൈവമാണെന്ന് യെശയ്യാപ്രവചനത്തിൽ പറയും. അവൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് വെളിപ്പാട് പുസ്തകം 1:7-8 വാക്യം വായിക്കുമ്പോൾ കാണാം. അവൻ സർവത്തിനും മീതെ ദൈവമായി വാഴ്ത്തപ്പെട്ടവനാണെന്ന് ലേഖനത്തിൽ നമുക്ക് കാണാം. യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് പല സ്ഥലങ്ങളിലായി വ്യക്തമായി പറയുമ്പോൾ അവൻ കേവലം പുത്രനാണ്, പുത്രൻ മാത്രമാണെന്ന് അവനെ ഒരു ഈ വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ വെക്കുകയല്ല, അത് തണ്ടിന്മേൽ വെക്കണം. പറയിൻ കീഴിൽ വെച്ചാൽ ഒരു പറ വെട്ടം. ആ വെളിച്ചത്തിന് ഒരു പരിധി നിയമിക്കുക. യേശുക്രിസ്തുവിനെ പുത്രനാക്കി മാത്രം പരിധി വെച്ച് ആ പുത്രനല്ലാതെ അതിനപ്പുറത്തോട്ട് ആരുമല്ല എന്ന് സാത്താൻ വ്യാജം പറയുമ്പോൾ യേശുക്രിസ്തുവിനെ സർവശക്തനായി ദൈവമായി ആരാധിക്കുന്ന, ആരാധനയിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന, ആരാധനയിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയ സ്നേഹിതരെ, ഞാനൊരു കാര്യം കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ തീരുകയല്ല. അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ചർച്ചകൾ ചെയ്യുന്നുണ്ട്. കർത്താവ് അതിനായിട്ടും സഹായിക്കട്ടെ. 3-ാമത് സങ്കീർത്തനങ്ങൾ. ഞാൻ 3 കാര്യങ്ങളാണല്ലോ നിങ്ങളോട് സൂചിപ്പിച്ചത്. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും അവിടെ യഹോവ യേശുവാണെന്ന് ഞാൻ തെളിയിച്ചു. പിന്നെ പ്രവാചക പുസ്തകങ്ങളിലും പ്രവചന പുസ്തകങ്ങൾ വായിച്ചാൽ യേശു തന്നെയാണ് യഹോവ എന്ന് ധാരാളം തെളിവുകൾ നമുക്ക് കിട്ടും. ഞാൻ അവനെന്ന് അന്നാളിൽ എന്റെ ജനം അറിയുമെന്ന് പ്രവാചകൻ പറയുന്നു. യെശയ്യാവ് 52:6 ഞാനാകുന്നു അവൻ എന്ന് അന്നാളിൽ അറിയും. യേശു ഇവിടെ ഒന്നുകൂടി പറയുകയാണ്, ഞാൻ അവനാകുന്നു എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാവങ്ങളിൽ മരിക്കും. 8:24 യോഹന്നാൻ 8:24. അപ്പോൾ ന്യായപ്രമാണത്തിൽ യേശു ക്രിസ്തു തന്നെ യഹോവ എന്ന് പഠിപ്പിക്കുന്നു. പ്രവചന പുസ്തകങ്ങളിൽ യേശു തന്നെ യഹോവ എന്ന് പഠിപ്പിക്കുന്നു. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് യേശു വിളിച്ചിരിക്കുന്നു. ഇനി സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം. സങ്കീർത്തനം 18:31 യഹോവയല്ലാതെ ദൈവമാരുള്ളൂ, നമ്മുടെ ദൈവം ഒഴികെ പാറയാരുള്ളൂ. അപ്പോ യഹോവയല്ലാതെ ദൈവം ആരുമില്ല, ദൈവം ഒഴികെ പാറയാരുമില്ല. യെശയ്യാവ് 26:4 വായിക്കുമ്പോൾ എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. മോശയോട് പറയുക, എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ വേണം നിൽക്കാൻ. അത് എന്റെ അടുക്കലുള്ള സ്ഥലമാണ്. 1 കൊരിന്ത്യർ 10:4 വായിക്കുമ്പോൾ അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു. അപ്പൊ യഹോവയിൽ ഒരു പാറയുണ്ട്, ആ പാറ ക്രിസ്തുവാണ്. അത് 2 വ്യക്തികളല്ല. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വീണ്ടും സംശയമുള്ളവർക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. മാന്യമായിട്ടുള്ള കമന്റുകൾക്ക് മറുപടി കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പൊ സങ്കീർത്തനത്തിൽ ഒരു പാറയെ കാണിക്കുന്നുണ്ട്. യേശു പറയുകയാണ് ആ പാറ യേശുവാണെന്ന്. ഹല്ലേലൂയ. നമുക്കറിയാം, സങ്കീർത്തനക്കാരൻ പറയുന്നു, 40-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവൻ എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. ആ പാറ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 68:4 അതിന്റെ ബി ഭാഗം നമ്മൾ വായിക്കുമ്പോൾ മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴിനിരത്തുവിൻ, യാഗെന്നാകുന്നു അവന്റെ നാമം. മരുഭൂമിയിൽ വാഹനമേറി വരുന്നവന് നിരത്തുവിൻ. ആരാ വഴി നിർത്താൻ വന്നത്? യോഹന്നാൻ സ്നാപകൻ. ആർക്ക് വഴി നിർത്താൻ വന്നു? യഹോവയ്ക്ക് വഴി നിർത്താൻ വന്നു. യെശയ്യാവ് 40:3. ഹല്ലേലൂയ. കേട്ട ഒരുവൻ വിളിച്ചു പറയുന്നു, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. സങ്കീർത്തനകൻ പറയുന്നു,
മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവന് വഴി നിരത്തുവിൻ, യാഗെന്നാകുന്നു അവന്റെ നാമം. അപ്പോൾ യഹോവയാണ് കടന്നു വരുന്നതെന്ന് പ്രവാചകൻ പറയുന്നതോട് കൂടെ തന്നെ സങ്കീർത്തനക്കാരും പറയുകയാണ്, യാഗെന്നാകുന്നു, യഹോവ എന്നാകുന്നു അവന്റെ നാമം. ആരുടെ നാമം? യോഹന്നാന്റെ പിന്നാലെ വരുന്നവൻ. യോഹന്നാൻ ആർക്കു വഴി നിരത്തുവാൻ വരുന്നുവോ ആ പിന്നാലെ വരുന്നവൻ യാഗാകുന്നു, യഹോവയാകുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 68:18 പറയുന്നുണ്ട്, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് കയറിയെന്ന്. അതാരാ? എഫേസ് ലേഖനത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയുന്നു. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് കയറി, മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അവൻ കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു? ഹല്ലേലൂയ. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് കയറിപ്പോയ ചരിത്രം അത് പ്രവാചകന്മാർ പറയുന്നു, അത് യഹോവയാണ് അത് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയെന്നാണ്. ഇങ്ങനെ ന്യായപ്രമാണ പുസ്തകങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് മാത്രം എഴുതിയിരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമാക്കി പഠിപ്പിക്കുമ്പോൾ സാത്താന്റെ കരങ്ങളിലേക്ക് ആശയങ്ങളും ചിന്തകളും വിട്ടുകൊടുത്ത് സാത്താന്റെ കളിപ്പാവകളായി മാറിയിരിക്കുന്നവർക്ക് ദൈവവചനം വ്യാഖ്യാനിക്കുവാൻ അവർക്ക് അർഹതയില്ല. അവർ വ്യാഖ്യാനിച്ചാൽ യേശുവിനെ പുത്രനായി മാത്രമേ കാണൂ. അത് അവരുടെ കുഴപ്പമല്ല, അവരുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ഈ നാളുകളിലായി യേശുവിനെ അറിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവനെ അറിയൂ. അവനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.